കപ്പേളകളാണ് ഈ ദേവാലയത്തിന്റെ കീഴിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ തിരുമുപ്പം, തേവർക്കാട്, പള്ളിക്കടവ് എന്നീ കപ്പേളകൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ളതും തൂശം പ്രദേശത്തെ കപ്പേള വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ നാമധേയത്തിലും നിർമ്മിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ഫിലോമിനയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിനായി സ്വയം രക്തസാക്ഷിയായി തീർന്ന ചരിത്രമാണ് കാണുന്നത്. കല്ലിസ്റ്റോസ് എന്നു പേരായ ഒരു ഗ്രീക്ക് രാജാവിന്റെ പുത്രിയായിരുന്ന ഫിലോമിന. അക്രൈസ്തവനായിരുന്ന രാജാവിന് സന്താനഭാഗ്യം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ക്രിസ്ത്യാനിയായിരുന്ന ഒരു നാട്ടുവൈദ്യന്റെ ഉപദേശപ്രകാരം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഈ വിശ്വാസത്തിന്റെ അനുഗ്രഹമായിട്ട് ദൈവം നൽകിയ സന്താനമാണ് ഫിലോമിന. അസാധാരണ ദൈവഭക്തിയുള്ള ഫിലോമിന അതീവ സുന്ദരിയായിരുന്നു. 5-ാം വയസ്സിൽ ആദ്യ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും 11-ാം വയസ്സിൽ നിത്യകന്യകയായി ജീവിക്കാമെന്ന് ദൈവത്താൽ നിശ്ചയം ചെയ്യുകയും ചെയ്തു. ഇക്കാലത്ത് ശത്രു രാജ്യത്തെ രാജാവിന്റെ ആക്രമണ ഭീഷണി കല്ലിസ്റ്റോസ് രാജാവിനെ വല്ലാതെ ആശങ്കാകുലനാക്കുകയും രാജ്യം വിട്ട് രാജ്ഞിയെയും ഫിലോമിനയോടുമൊപ്പം അന്നത്തെ റോമ സാമ്രാജ്യാധിപനായിരുന്ന ഡിയോക്ലേഷ്യനെ ശരണം പ്രാപിച്ചതായും, എന്നാൽ അതീവ സുന്ദരിയായ ഫിലോമിനയെ തന്റെ പട്ടമഹിഷിയാക്കിയാൽ എന്തു സഹായവും നൽകാമെന്ന് റോമ സാമ്രാജ്യ അധിപതി കൽപ്പിച്ചു. ഫിലോമിനയുടെ പിതാവ് രാജ്യരക്ഷയ്ക്കും ഫിലോമിനയുടെ നല്ല ഭാവിക്കും വേണ്ടി രാജാവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്നാൽ തന്റെ തീരുമാനം മാറ്റമില്ലാത്തതാണെന്നും മരണം വരെ നിത്യകന്യകയായി ജീവിതം നയിക്കുമെന്ന് അറിയിച്ചു. ഇതറിഞ്ഞ ചക്രവർത്തി ക്രൂരമായ മർദ്ദനങ്ങളാൽ ഫിലോമിനയെ ശിക്ഷിച്ചു. 40 ദിവസം വെള്ളം മാത്രം നൽകി കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ശരീരമാസകലം ചാട്ടവാറാൽ അടിക്കുകയും ചെയ്തു. വ്രണം വന്ന ശരീരം കാരാഗൃഹത്തിൽ വെച്ച് ദൈവദൂതന്മാർ സുഖപ്പെടുത്തിയതായും പിന്നീട് കഴുത്തിൽ നങ്കൂരം കെട്ടി സൈബർ നദിയിൽ താഴ്ത്തുകയും ദൈവദൂതന്മാർ ഫിലോമിനയെ കരക്കടിപ്പിച്ചതായും, ഇതിൽ അരിശം പൂണ്ട ചക്രവർത്തി തെരുവിലൂടെ ഫിലോമിനയെ വലിച്ചിഴയ്ക്കുകയും അസ്ത്രം ഏതു വധിക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അസ്ത്രം എറിഞ്ഞവരുടെ നേരെ തന്നെ അസ്ത്രം തിരിഞ്ഞതായും ചരിത്രം പറയുന്നു. ഒടുവിൽ ചക്രവർത്തി ശിരച്ഛേദനം നടത്തിയാണ് ഫിലോമിനയെ വധിച്ചത്. 16-ാം ഗ്രിഗോറിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ ഗണത്തിലേക്ക് ഫിലോമിനയെ ഉയർത്തിയത്.
നൽകണേ. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസച്ചൻ തന്റെ ജീവിത സായാഹ്നം ചെലവഴിക്കുകയും മരണമടയുകയും വിലയം പ്രാപിക്കുകയും ചെയ്ത പുണ്യഭൂമിയാണ് കൂനമ്മാവ്. വിളക്ക് അണഞ്ഞുപോയിട്ടും പ്രകാശം അവശേഷിക്കുന്നു എന്ന് പറയാറില്ലേ? അതുപോലെ ഒരു പ്രകാശം അവശേഷിപ്പിച്ചിട്ടാണ് ചാവറ കുര്യാക്കോസച്ചൻ പോയത്. ക്രിസ്തു ഒരു സമഗ്ര വിമോചകനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. അത്തരത്തിലുള്ളൊരു സമഗ്ര വിമോചകനായ ക്രിസ്തുവിനെയാണ് ചാവറ കുര്യാക്കോസച്ചൻ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സമഗ്ര വിമോചനം ലക്ഷ്യമാക്കിയുള്ളതാണ്. ജനങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കിയിരുന്ന ഒരു പുരോഹിതനാണ് ചാവറയച്ചൻ. അദ്ദേഹത്തിന്റെ ദർശനദീപ്തമായ ജീവിതത്തിന്റെ വെളിച്ചം ഇന്നും കൂനമ്മാവിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് വിശുദ്ധമായൊരു ജീവിതം, ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കുന്നൊരു ജീവിതം നയിക്കാനുള്ള ബാധ്യത ഈ കൂനമ്മാവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കുമുണ്ട്. ആ ഒരു പ്രചോദനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യകാലത്തൊക്കെ കേരള കത്തോലിക്ക സഭ വിവിധ റീത്തുകൾ തിരിഞ്ഞുള്ള രൂപതാടിസ്ഥാനത്തിൽ അല്ലായിരുന്നു. ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നുവെങ്കിലും AD 4 ശതകം വരെ ശരിയായ ആധ്യാത്മിക നേതൃത്വം ഉള്ളതായൊന്നും ചരിത്രരേഖകളിൽ പ്രതിപാദിക്കപ്പെടുന്നില്ല. പേർഷ്യൻ സ്വാധീനത്തിലായിരുന്നു കേരള സഭ. 1329 22-ാം ജോൺ മാർപ്പാപ്പയുടെ കാലത്ത് ഡൊമിനിക്കൽ സഭാംഗമായിരുന്ന ഫാദർ ജോർഡൻ കത്തുലാനി സൊവേര മെത്രാനായി ഒരു ലാറ്റിൻ രൂപത സ്ഥാപിച്ചതായും പിന്നീട് അത് കാലഹരണപ്പെട്ടതായും ചരിത്രരേഖ പറയുന്നു. അതിനുശേഷം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് കേരള സഭ വളർന്നു വന്നത്. സുറിയാനി ലത്തീൻ റീത്തിൽപ്പെട്ട എല്ലാ അജഗണങ്ങളുടെയും ഭരണഭാരം 1659 7-ാം അലക്സാണ്ടർ മാർപ്പാപ്പ സ്ഥാപിച്ച മലബാർ വികാരിയത്തിന്റെ കീഴിലായിരുന്നു അത്രേ. 50 വർഷത്തിനു ശേഷം 1709 മാർച്ച് 13-ാം തീയതി 11-ാം ക്ലെമന്റ് മാർപ്പാപ്പയുടെ തിരുവെഴുത്ത് പ്രകാരം മലബാർ വികാരിയത്ത് വരാപ്പുഴ വികാരിയത്ത് എന്ന പേരിൽ പുനഃസ്ഥാപിതമായി. 13-ാം ലയോ മാർപ്പാപ്പ വരാപ്പുഴ വികാരിയത്തിനെ വരാപ്പുഴ അതിരൂപതയായി ഉയർത്തുകയും 1887 മെയ് 20-ാം തീയതി പുറപ്പെടുവിച്ച അപ്രമാദിത്യ തിരുവെഴുത്തു വഴി സിറിയൻ റീത്തിൽപ്പെട്ടവർക്കായി വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് വേർപെടുത്തുകയും തൃശൂർ, കോട്ടയം എന്നീ വികാരിയത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു.